ഹലോ ഗൈസ്, എല്ലാവർക്കും കൂടെ പുതിയൊരു വീഡിയോയുടെ സ്വാഗതം. അപ്പൊ ഗൈസ്, നമ്മുടെ വീടിന്റെ അടുത്തുള്ളൊരു അമ്പലത്തില് ഉത്സവമാണ്. അപ്പൊ നമ്മൾ നേരെ അങ്ങാടേക്ക് വന്നേക്കാണ് ഗൈസ്. അവിടെ നമ്മൾക്ക് കഞ്ഞി കുടിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ അമ്പലത്തിലോട്ട് വന്നേക്കുന്നത്. ചെന്നപ്പോൾ തന്നെ അവിടെ കുറേ പരിപാടികളുണ്ടായിരുന്നു. കുറേ പരിപാടികളുണ്ടായിരുന്നു. ഇങ്ങനത്തെ കുറേ രൂപങ്ങള്, കുറേ ഡ്രസ്സ് ഇട്ട ആൾക്കാർ, ഇങ്ങനത്തെ ഡ്രസ്സ് ഇട്ട ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു ഗൈസ്. ഇതൊക്കെ കാണാൻ നല്ല രസമായിരുന്നു. കുറേ പച്ച, നീല, മഞ്ഞ, ചുവപ്പ് എല്ലാ കളറും ഉണ്ടായിരുന്നു ഗൈസ്. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ചെണ്ടമേളം ഉണ്ടായിരുന്നു. അങ്ങനെ കുറേ പേരുണ്ടായിരുന്നു ഗൈസ്. ഇന്നത്തെ ദിവസം എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു ബിസി ഡേ ആണ്. നമ്മുടെ ഗരുഡൻ തൂക്കത്തിന്റെ രാവിലെയാണ് ഗൈസ് നമ്മൾ പോകുന്നത്. നമ്മൾ വീട്ടിൽ ചെല്ലുമ്പോൾ അവിടെ ചെണ്ടമേളം ഉണ്ടാവും ഗൈസ്. ഇവിടെയും ചെണ്ടമേളം, അവിടെയും ചെണ്ടമേളം ഗൈസ്. ചെണ്ടമേളം ഒന്ന് കേട്ട് നമ്മൾ മടുക്കും. അത്ര വരെ ചെണ്ടമേളയ്ക്കും. ഇന്ന് രാവിലെ തുടങ്ങുന്ന ചെണ്ടമേളം രാത്രി അടുത്ത ദിവസം രാവിലെ വരെ ഉണ്ടാവും ഗൈസ്. നമ്മുടെ ചെവി അടിച്ചു പോകും. പിന്നെ ഈ ഗൈസ് അത് കഴിഞ്ഞ് നമ്മൾ അമ്പലത്തിൻ്റെ ഉള്ളിലോട്ട് കയറിയപ്പോൾ അവിടെ കുറേ പേര് ഡാൻസ് കളിക്കുന്നുണ്ടായിരുന്നു ഗൈസ്. അവിടെ ചെണ്ടമേളം ഉണ്ടായിരുന്നതിന് നടക്ക് അത് നിങ്ങൾ ശ്രദ്ധിച്ചൊന്നും എനിക്കറിയില്ല. അത് കഴിഞ്ഞ് വന്നപ്പോൾ കാവടി ഉണ്ടായിരുന്നു. പച്ചക്കാവടി, മഞ്ഞക്കാടി, ചുവപ്പ് കാടി എല്ലാ കവടി ഉണ്ടായിരുന്നു ഗൈസ്. നമ്മൾ ചെന്നപ്പോൾ ഇത്തിരി വൈകിപ്പോയി. അതുകൊണ്ട് ഇതെല്ലാം തിരിച്ച് പോവാണ് ഗൈസ് പരിപാടി കഴിഞ്ഞ്. അപ്പോൾ അവിടെ വേറൊരു ചെണ്ടക്കാർ തുള്ളുന്നുണ്ടായിരുന്നു ഗൈസ്. വേറൊരു ചെണ്ടക്കാരവിടെ ഉണ്ടായിരുന്നു ഗൈസ്. കുറേ കളർ ഡ്രസ്സൊക്കെ ഇട്ട ഒരേപോലത്തെ ഡ്രസ്സ് ഇട്ട കുറേ പേര് ചേട്ടന്മാരുണ്ടായിരുന്നു ഗൈസ്. അപ്പോൾ ആ ചേട്ടന്മാരൊക്കെ പറഞ്ഞിട്ട് ചെണ്ടക്കാർ പിന്നെയും ചെണ്ട മേളം തുടങ്ങിയിരിക്കുകയാണ് ഗൈസ്. ഇതൊക്കെ കാണാൻ നല്ല രസമാണ് ഗൈസ്. സെറ്റ് പരിപാടിയായിരുന്നു. നമ്മുടെ അമ്പലത്തിലൊന്നും ഇത്ര പരിപാടിയൊന്നും ഞാൻ കണ്ടിട്ടില്ല. ഇത്രയും പരിപാടിയൊന്നും ഉണ്ടാവില്ലെന്ന് തോന്നുന്നില്ല ഗൈസ്. ഇതൊക്കെ കോട്ടയത്തിൻ്റെ മാത്രം സ്പെഷ്യലാണ്. പിന്നെ ഈ ശിവനും ഈ ആൾക്കാരുടെ പേരൊന്നും എനിക്കറിയില്ല. ശിവനെ മാത്രമേ എനിക്കറിയുള്ളൂ.